ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. നമുക്കിന്നൊരു ഇൻഡോ ചൈനീസ് റെസിപ്പി ട്രൈ ചെയ്യാം. ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ്, ഡ്രാഗൺ പനീർ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആദ്യമായി നമ്മുടെ ഡ്രാഗൺ പനീറിന് ആവശ്യമായ മസാല റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ മുളകും കാശ്മീരി മുളകും മിക്സ് ചെയ്തതാണ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1.5 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 1.5 ടീസ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ തേൻ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇവയെല്ലാം നന്നായി ഇളക്കി ചേർത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അതിനായി ഒരു കടായിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. എണ്ണ ചൂടായതിനു ശേഷം 8-10 ക്യാഷ് നട്ട്സ് ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. നട്ട്സിൻ്റെ കളർ ചെറുതായി മാറി വരുമ്പോൾ ഒരു വലിയ സവോള സ്ക്വയറായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം സ്ക്വയറായി അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് റെഡും ഗ്രീനും കളർ ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ ക്യാപ്സിക്കമാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ചൈനീസ് ഡിഷുകൾക്ക് വെജിറ്റബിൾസ് അധികം വെന്തു പോകരുത്, ചെറുതായി ഒന്ന് വാടുകയേ ചെയ്യാവൂ. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 250 ഗ്രാം ചെറിയ ക്യൂബുകളാക്കിയ പനീർ കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പനീർ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പനീറിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പനീറിൻ്റെ കളർ ചെറുതായൊന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാല മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. എനിക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ മസാലയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചത്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. അതുപോലെ തന്നെ സോയാ സോസിൻ്റെ ഉപ്പിനനുസരിച്ച് നിങ്ങൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവും ക്രമീകരിക്കണം. കാരണം ഓരോ കമ്പനികളുടെയും സോസിന് ഉപ്പ് വ്യത്യാസം കാണും. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും ഉപ്പ് ചേർത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ പനീർ നന്നായി തിളച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഡ്രാഗൺ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്.
എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.